കേരളത്തിലെ പുതിയ പ്രതിപക്ഷ നേതാവിനെ പറ്റിയാണ്. അതായത് നേരത്തെ ചീഫ് മിനിസ്റ്ററായിരുന്ന ശ്രീ പിണറായി വിജയൻ CPM-ന്റെ അനിശ്ചിത നേതാവ്, 81 വയസ്സായ പോളിറ്റ് ബ്യൂറോ മെമ്പർ. 81 വയസ്സെന്ന് ഞാൻ പറയാൻ കാരണം 75-ൽ പാർട്ടിയിലെ എല്ലാ സീനിയർ നേതാക്കളും ഒരു പൊസിഷനും എടുക്കാൻ പാടില്ല, ഒരു സ്ഥാനവും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് പാർട്ടി കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 81 എന്ന് പറയുന്നത്. അങ്ങനെ ഒരാളെ കേരളത്തിലെ CPM പ്രതിപക്ഷ നേതാവായി വീണ്ടും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനോടുള്ള എല്ലാ വ്യക്തിപരമായ ബഹുമാനത്തോടുകൂടി പറയട്ടെ, ഇത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വളരെ അടുത്ത് കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ഡൽഹിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ഇതൊരു ആത്മഹത്യപരമായ തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാൻ ബംഗാളിൽ എൻ്റെ സുഹൃത്തുക്കൾ അവിടുത്തെ തോൽവിക്ക് ശേഷം CPM എടുക്കാതിരുന്ന ചില സ്റ്റെപ്പുകളെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം കേരളത്തിൽ ഇടതുപക്ഷം പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാനും. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതെ, താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുന്നു. എനിക്കും വളരെ നിരാശാജനകമായ തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് പാർട്ടി ഈ പരാജയത്തിന് ശേഷം മാറാനുള്ള മാറ്റത്തിനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിരുന്നു, ഒരു സുവർണാവസരമായിരുന്നു ഈ പ്രതിപക്ഷ നേതൃത്വം ഒരു സിഗ്നൽ ചെയ്യുന്നതിന്. അതായത് പാർട്ടിയുടെ അണികളോടും അനുഭാവികളോടും അവരിൽ നിന്ന് തൽക്കാലം പിണങ്ങി UDF-ന് വോട്ട് ചെയ്ത ഇടതുപക്ഷ മനസ്സുള്ളവർക്കും ഞങ്ങൾ മാറാൻ സന്നദ്ധമാണ്, ഞങ്ങൾ മാറുകയാണ്, ഞങ്ങൾ മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുകയാണ്, സ്വയം വിമർശനം നടത്തുകയാണ്, തെറ്റ് തിരുത്തുകയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് വേറൊരാൾ വരണമായിരുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി അതിന് കാണുന്നത്. ഇത് തികച്ചും ഞാൻ മനസ്സിലാക്കിയത് ഈ 2 ദിവസത്തെ സംസ്ഥാന സമ്മേളനവും അതിനു മുൻപ് 2 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിൽ പ്രത്യേകം ഊന്നി പറയുന്ന ഒരു കാര്യം, ഏകകണ്ഠമായിട്ടാണ് ഈ തീരുമാനം വന്നതെന്ന്. അതാണ് കൂടുതൽ നമ്മളെ അസ്വസ്ഥത ജനിപ്പിക്കുന്നത് നമ്മളിൽ. കാരണം വീണ്ടും പാർട്ടി കമ്മിറ്റികൾ ഏകശിലാ രൂപത്തിലാണോ ഈ പരാജയത്തിന്റെ നിമിഷത്തെയും കാണുന്നത്? ഈ LDF-ന്റെ പരാജയത്തിന്റെ മുഖ്യ കാരണക്കാരനായിട്ട് സമൂഹവും പാർട്ടിയിലെ വലിയ ഒരു വിഭാഗം അനുഭാവികളും അണികളും കാണുന്നത് സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും അതിൻ്റെ പോരായ്മകളും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഏറ്റവും മാന്യമായി പറഞ്ഞാൽ, ഈ കാരണത്തിന്റെ കാരണഭൂതൻ, പണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്ന കാരണഭൂതൻ, കൈകുട്ടിക്കളിയിലെ കാരണഭൂതൻ, വാഴ്ത്താൻ ഉപയോഗിച്ച ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പരാജയത്തിന്റെ കാരണഭൂതൻ ഒറ്റ നോട്ടത്തിൽ പ്രബുദ്ധമ ദൃഷ്ടിയ സഖാവ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. ഒന്ന് ചോദിച്ചോട്ടെ സാർ, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ അത് ഉറപ്പിക്കാൻ വേണ്ടി. അദ്ദേഹം കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ മെയിൻ ഒരു മുദ്രാവാക്യം മറ്റാരുണ്ട് നിങ്ങളെ നയിക്കാൻ എന്ന് പറഞ്ഞ പിണറായിയുടെ ഫോട്ടോയാണ്. മറ്റു പലരും ഉണ്ട് എന്ന് ജനം പറഞ്ഞു കഴിഞ്ഞു. അതും പ്രത്യേകിച്ച് പാർട്ടി അനുഭാവികൾ വളരെ വളരെ തിങ്ങി പാർക്കുന്ന പയ്യന്നൂരും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും ഒക്കെ പറഞ്ഞു. എന്നിട്ടും ആ മെസ്സേജ് പാർട്ടി സെക്രട്ടേറിയറ്റിനോ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്കോ കിട്ടുന്നില്ലെങ്കിൽ അതിൽ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പിണറായി പേര്? അതായത് ഞാൻ ഈ പറയുന്നത് പാർട്ടി, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഉള്ള ഒരു വാചകമുണ്ട്, പാർട്ടിയോട് ഉള്ളു തുറന്ന് പെരുമാറും. അതിൽ ഭരണഘടനയിൽ എഴുതിയിരിക്കുന്നതാണ് പാർട്ടിയോട് നുണ പറയരുത്. നമ്മുടെ പാർട്ടി കമ്മിറ്റികളിൽ അതാത് ഘടകങ്ങളിൽ തങ്ങൾക്ക് പാർട്ടിക്ക് പറയാനുള്ളത് ഉള്ളു തുറന്നു പറയണം എന്നാണ് ഭരണഘടന പാർട്ടിയുടെ ആവശ്യപ്പെടുന്നത്.
അത് ചെയ്യാൻ ഉയർന്ന തല കമ്മിറ്റികളിലെ സമിതികളിലെ സഖാക്കൾ തയ്യാറല്ലെങ്കിൽ ഈ പരാജയത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വമെങ്കിലും കൂട്ടായ ഉത്തരവാദിത്വമാണ് തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെപ്പിടി വിദ്യയാണ്. പഴയൊരു ചർച്ചയിൽ പറഞ്ഞ് ഇനിയും പിണറായി പേടി പാർട്ടിയുടെ ഉന്നത സമിതികളിൽ വിട്ടുമാറിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പാർട്ടിയെ വീണ്ടും അപകടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. ഇതാണ് അടിസ്ഥാന രാഷ്ട്രീയ പ്രശ്നം. താങ്കൾ ഇവിടെ ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, എത്രത്തോളം ഇന്നത്തെ അവസ്ഥയിൽ ഈ ചെറിയ ഒരു പ്രതിപക്ഷത്തിന്റെ നേതാവായി എങ്ങനെ പറയും? അതിൽ താങ്കൾ പറയുന്ന ആരോഗ്യകരമായ കാരണങ്ങളുണ്ട്. പക്ഷെ ഇതിന് പ്രായമേറിയ VS അച്യുതാനന്ദൻ കേരളം ഭരിച്ചിട്ടുണ്ട്, കേരളത്തെ പ്രതിപക്ഷത്തെ നയിച്ചിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഈ പറയുന്ന പോലെ VSന്റെ പോലെയുള്ള ഒരു ആരോഗ്യ സ്ഥിതിയല്ല സഖാവ് പിണറായി വിജയന്. അത് അദ്ദേഹം ഞാൻ പറയുന്നത്, ഞാൻ ഈ പദവിയിൽ ഇരിക്കുന്നതിന് നിന്ന് ഞാൻ ആ ചുമതല ഏൽക്കുന്നതിന് ഞാൻ പ്രാപ്തനല്ല എന്ന് പറയേണ്ടിയിരുന്ന സഖാവ് പിണറായി വിജയനാണ്. പാർട്ടിയെയും കേരളത്തെയും സ്നേഹിക്കുന്ന ഒരു പിണറായി വിജയൻ ആണെങ്കിൽ അദ്ദേഹം അതാണ് പറയുക. അതിന്റെ കൂടെ വേറെ ഒന്നുണ്ട് സാർ. ഞാൻ ഡൽഹിയിൽ കേട്ടത് VD സതീശൻ എന്ന ഇപ്പൊ നിയുക്ത മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ ഒരു കാരണം കോൺഗ്രസിലെ പല സീനിയർ നേതാക്കളും AK ആന്റണി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു, കോൺഗ്രസിന്റെ ഭാവി നീക്കണമെങ്കിൽ അങ്ങനെ യങ്ങായിട്ടുള്ള 61 വയസ്സിലും അദ്ദേഹം യുവാവാണ് എന്ന് നേതാക്കൾ കരുതുന്നു. എങ്ങനെ ഒരാൾ വേണം? കാരണം പുതിയ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആൾക്കാരെ വേണം. 81 വയസ്സായ ശ്രീ പിണറായി വിജയന് മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹത്തിന് അതിന് ആ ജെൻസിയുമായിട്ട് അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുമായിട്ട് വീട്ടിൽ കളിപ്പിക്കാന്നുള്ളത് അവരുടെ മാനസിക വ്യാപാരത്തിലേക്ക്, ടെക്നോളജിയുടെ ഒരു വേൾഡിലേക്ക്, ടെക്നോളജി നയിക്കുന്ന ഒരു വേൾഡിലേക്ക് കടക്കാൻ പറ്റുമോ സർ? അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും താങ്കളോട്ട് ഇങ്ങനെ കൂടുതൽ യോജിക്കേണ്ടി വരുന്നതിൽ ഞാൻ ഇച്ചിരി അസ്വസ്ഥനാണ്. നമ്മൾ രണ്ടുപേരും ഒരേ അഭിപ്രായത്തിലേക്ക് വരുന്നതിൽ ഞാൻ എനിക്ക് അത്ര സംതൃപ്തനല്ല. കാരണം രണ്ട് കാഴ്ചപ്പാടുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ സുഖകരമാവും. പക്ഷെ ഇത് താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി, ഒരു ലിബറൽ സെൻട്രിസ്റ്റ് പാർട്ടി ആ കാലത്തിനനുസരിച്ചുള്ള ഒരു പ്രതിച്ഛായ അതിന്റെ നേതൃത്വത്തിന് വേണമെന്ന് കൂടി കണക്കാക്കുന്ന ഒരു സന്ദർഭം. അതാണ് ഒരു സ്പെസിഫിക് ഇതില് മുഖ്യമന്ത്രി 61 വയസ്സുകാരനായ ചുറുചുറുക്കുള്ള ഒരു നേതാവായി, അതും പരമ്പരാഗത സംഘടനാ രീതിയിൽ നിന്ന് ആ ധാരയിൽ നിന്ന് വരാത്ത സതീശനാകുമ്പോൾ, VD സതീശനാകുമ്പോൾ CPM-ന്റെ പഴയ പടക്കുതിര എന്ന ആ വാക്കിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു.